Class 6, Chapter 9, Mangal Grah Ki Sair. If you want more videos, please write which class, chapter number and chapter name in the comment box. Video തുടങ്ങാം. मंगल ग्रह की सैर. दफ्तर से घर लौटकर माँ ने देखा कि അനന്യ और അനന്ത് ഗൃഹകാര്യ പൂരാ കർ രഹേ ഹൈ. ഓഫീസിന് തിരിച്ചെത്തിയപ്പോൾ അമ്മ കണ്ടു അനന്യയും അനന്തും ഹോംവർക്ക് ചെയ്യായിരുന്നു. माँ को देखते ही दोनों बच्चे दौड़कर उनसे लिपट लिए പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കണ്ടപ്പോഴേക്കും കെട്ടിപ്പിടിച്ചു. നമസ്തേ മാ ആപ്കാ ദിൻ കേസാ രഹാ. അമ്മ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം? അപ്പം അമ്മ പറഞ്ഞു ബച്ചോ കോ പ്യാർ കർത്തെ ഹുए बहुत थका देने वाला लेकिन तुम दोनों को देखकर मेरी सारी थकान दूर हो गई. ഭയങ്കര ടയറിങ് ഡേ ആയിരുന്നു, പക്ഷെ നിങ്ങളെ കണ്ടപ്പോഴേക്കും എൻ്റെ ടയർഡ്നെസ് അല്ലെങ്കിൽ എൻ്റെ ക്ഷീണമൊക്കെ പോയി. तभी अनन्या की नज़र माँ के पर्स में झाँक रही एक पत्रिका पर पड़ी. അപ്പോഴാണ് അമ്മയുടെ പേഴ്സിൽ ഒരു ലെറ്റർ അനന്യ കണ്ടത്. ലെറ്റർ അല്ലെങ്കിൽ മാഗസിൻ. പത്രിക പറഞ്ഞാൽ ലെറ്റർ അല്ലെങ്കിൽ മാഗസിൻ. अनन्या ने निकाल कर देखा तो वह खगोल विज्ञान पत्रिका का नया अंक था. അനന്യ അതെടുത്ത് നോക്കിയപ്പോൾ അത് ഖഗോൽ വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ ആസ്ട്രോണോമി അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു അതാണ് സ്റ്റഡി ഓഫ് പ്ലാനറ്റ്സ് എന്നൊക്കെ പറയണ പോലെ അതിൻ്റെ നയ അങ്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ഇഷ്യൂ. खगोल विज्ञान में अनन्या की गहरी रुचि थी और अनन्या की माँ इसी पत्रिका की संपादक थी. അനന്യയ്ക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അനന്യയുടെ അമ്മയാണെങ്കിൽ ഈ മാഗസീൻ്റെ എഡിറ്റർ ആയിരുന്നു. पत्रिका के आवरण पृष्ठ पर बड़े बड़े अक्षरों में लिखा था मानव का अगला पड़ाव मंगल ग्रह. ഈ മാഗസീൻ്റെ ആവരൺ പൃഷ്ഠ പറഞ്ഞു കഴിഞ്ഞാൽ കവർ പേജിൽ എന്താണ് വലിയ അക്ഷരത്തിൽ എഴുതിയത്? മാനവ് കാ അഗ്ല പടാവ്, മനുഷ്യൻ്റെ അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? മംഗൾ ഗ്രഹ പറഞ്ഞാൽ മാർസ്. അനന്യ ജിജ്ഞാസാപൂർവക് മാ आज मंगल ग्रह के बारे में कुछ बताओ ना. അമ്മ ഇന്ന് ഈ മാർസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരൂ. അപ്പം അമ്മ പറഞ്ഞു पहले अपने गृह कार्य पूरा कर लो, फिर खाना खाने के बाद आराम से बैठकर बात करेंगे. ആദ്യം ഹോംവർക്ക് മുഴുവൻ ചെയ്യൂ, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. रात को खाना खाने के बाद दोनों बच्चे माँ के पास आ गए. अनन्या हाथ में पत्रिका लेकर आई थी. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും അമ്മടുത്ത് വന്നു. അനന്യയുടെ കയ്യിൽ ആ മാഗസീനും ഉണ്ടായിരുന്നു. മാ കി ഗോദ് മേ ബൈഠത്തെ ഹുए മാ അബ് തോ സുനാओ മംഗൾ ഗ്രഹ കി കഹാനി. അമ്മയുടെ മടിയിലിരുന്നിട്ട് അനന്യ പറഞ്ഞു അമ്മ ഇനിയെങ്കിലും മാർസിനെ കുറിച്ച് പറഞ്ഞു തരൂ. അപ്പോൾ അമ്മ പറയാൻ തുടങ്ങി ബേട്ട मंगल और शुक्र हमारी पड़ोसी ग्रह है. मंगल പറഞ്ഞാൽ മാർസും ശുക്ര പറഞ്ഞു കഴിഞ്ഞാൽ വീനസ്. അത് നമ്മളുടെ നൈബർ പ്ലാനറ്റ്സ് ആണ്. शुक्र ग्रह पर मानव को उतारना कठिन है, इसलिए वैज्ञानिक मंगल के अध्ययन पर अधिक ध्यान दे रहे हैं. വീനസിൽ മനുഷ്യന്മാർ അവിടെ ഇറങ്ങാൻ ഭയങ്കര കഠിനാണ്, മുഷ്കിലാണ്, ഓക്കെ, പ്രയാസമാണ്. അത് കാരണം വൈജ്ഞാനിക് പറഞ്ഞ സയൻറ്റിസ്റ്റ് മാർസിനെ കുറിച്ച് മാർസിൻ്റെ പഠനത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെയ്യണത്. मंगल के वातावरण में कार्बन डाइऑक्साइड अधिक है. മംഗളുടെ മാർസിൻ്റെ എൻവയോൺമെൻറ്റിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്. ऑक्सीजन नाइट्रोजन तथा अन्य गैसें भी है लेकिन बहुत कम मात्रा में. ഓക്സിജൻ നൈട്രജൻ പിന്നെ പല വേറെ ഗ്യാസസും ഉണ്ട്, പക്ഷെ ഭയങ്കര കുറവാണ്. ഇസ്ലിയെ വഹാ സാസ് ലേന മുഷ്കിൽ. അത് കാരണം അവിടെ ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. मंगल सूर्य से हमारी अपेक्षा 1.5 गुना अधिक दूर है.
മംഗൾ മാർസ് ഉണ്ടല്ലോ, മാർസ് സൂര്യനെ അപേക്ഷിച്ചിട്ട് 1.5 ടൈംസ് ദൂരമാണ്. സൂര്യ കി ഗർമി വഹാ കം ഹി പहुंच പാത്തി ഹെ. സൂര്യൻ്റെ ആ ചൂടുണ്ടല്ലോ അത് അവിടെ എത്താൻ ഭയങ്കര പ്രയാസമാണ്, അല്ലെങ്കിൽ കുറച്ചേ എത്തുള്ളൂ. ഇസ്ലിയെ മംഗൾ ഗ്രഹ ബഹുത് ठंडा है. അത് കാരണം മാർസ് എപ്പോഴും തണുപ്പായിരിക്കും. हमारी अध्यापक अनंत പറഞ്ഞു हमारी अध्यापिका बता रही थी कि मंगल लाल रंग का है, क्या यह सही है? അമ്മ അധ്യാപിക പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഞങ്ങളുടെ മാർസ് ഉണ്ടല്ലോ അത് റെഡ് കളറാണ്, അത് ശരിയാണോ? അപ്പോൾ അമ്മ പറഞ്ഞു ഹാ ജാനത്തെ ഹോ ऐसा क्यों है, എന്താണെന്നറിയോ? അപ്പോൾ കുട്ടികൾ രണ്ടാളും ഒരുമിച്ച് നെഹി മാ. അപ്പോൾ അമ്മ പറഞ്ഞു मंगल की धूल में आयरन ऑक्साइड नाम का खनिज बहुत अधिक मात्रा में है. മംഗൾ മാർസിലുണ്ടല്ലോ, മാർസിൻ്റെ മണ്ണിൽ അയൺ ഓക്സൈഡ് പറഞ്ഞ ഒരു മിനറൽ, ഖനിജ് പറഞ്ഞ മിനറൽ കുറേ ഉണ്ട്. അധിക് മാത്ര പറഞ്ഞാൽ മോർ ദാൻ ക്വാണ്ടിറ്റി ഉണ്ട്. ഇസ്കെ കാരൺ ഇസ്കാ ലാൽ രംഗ് ലാൽ ദിഖായി ദേത്താ ഹെ. അത് കാരണമാണ് അതിൻ്റെ കളറ് റെഡായിരിക്കണത്. ഇസ്കെ ലാൽ രംഗ് കെ കാരൺ ഹി ഇസെ അങ്കാരക് और ലോഹിതാംഗ് ജैसे नामों से भी पुकारा जाता है. ഇതിൻ്റെ ഈ റെഡ് കളർ കാരണം ഇതിന് രണ്ട് പേരുണ്ട്, അങ്കാരക്കും ലോഹിതാംഗും. യുനാനിയോ ने इसे മാർസ് നാം ദിയാ ഹെ. യുനാനിയ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കുകാരാണ് ഇവർക്ക് ഇതിന് മാർസ് എന്ന പേര് കൊടുത്തത്. तुम्हें पता है मंगल ग्रह पर भी हमारी पृथ्वी जैसे पत्थर घाटियाँ और पहाड़ है. നിങ്ങൾക്കറിയോ മാർസിലും നമ്മളുടെ പൃഥ്വി അല്ലെങ്കിൽ എർത്തിനെ പോലെ കല്ല്, മണ്ണ്, വാലീസ്, ഹിമാലയാസ് എല്ലാം ഉണ്ട്. बर्फ से ढके उत्तरी और दक्षिणी ध्रुव के रूप में पानी भी है पर वहाँ समुद्र नहीं है. നമ്മളുടെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ പോലെ അവിടെയും ഉണ്ട് വെള്ളം, പക്ഷെ അവിടെ ഈ സീ ഇല്ല, കടലില്ല. मंगल भी हमारी पृथ्वी की तरह सूर्य का चक्कर लगाता है. മാർസും നമ്മളുടെ എർത്തിനെ പോലെ സണ്ണിനെ റൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അനന്യ ചോദിച്ചു ഹേ അച്ഛാ क्या मंगल को भी सूर्य का चक्कर लगाने में 365 दिन लगते हैं? അപ്പോൾ എർത്തിനെ പോലെ മംഗളും മാർസിനും 365 ഡേയ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു नहीं नहीं मंगल तो बहुत धीरे धीरे सूर्य के चारों ओर चक्कर लगाता है. അല്ല മംഗൾ മാർസ് ഉണ്ടല്ലോ അത് സണ്ണിന് ചുറ്റും മെല്ലെയാണ് ഓടുക, റൗണ്ട് ചെയ്യുക, ഓടല്ല റൊട്ടേറ്റ് ചെയ്യുക. लगभग 687 दिन में यह एक चक्कर पूरा करता है. ഓൾമോസ്റ്റ് 687 ദിവസം എടുക്കും അതിന് ഒരു റൊട്ടേഷൻ ചെയ്യാൻ. അപ്പോൾ അനന്യ ചോദിച്ചു ജैसे हम चांद को देखते हैं क्या वैसे ही मंगल को भी देख सकते हैं? നമ്മൾ മൂണിനെ കാണുന്ന പോലെ മാർസിനെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു मंगल ग्रह को आसानी से नहीं देखा जा सकता. അപ്പോൾ മാർസിനെ എളുപ്പം കാണാൻ പറ്റില്ല. वह पृथ्वी की तुलना में कम गति से चक्कर लगाता है, इसलिए അത് എർത്തിനെ അപേക്ഷിച്ചിട്ട് മെല്ലെയാണ് റൊട്ടേറ്റ് ചെയ്യുക. അത് കാരണം यह दोनों ग्रह कभी एक दूसरे के नज़दीक आते हैं. ചില സമയത്ത് മാത്രമേ ഇത് ഒപ്പം വരുള്ളൂ. और कभी दूर चले जाते हैं, ചില സമയത്ത് ഭയങ്കര ദൂരമായിരിക്കും. हर 2 साल में यह एक दूसरे के नज़दीक आते हैं. 2 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അത് കുറച്ചെങ്കിലും അടുത്ത് വരിക. लेकिन हर 15 या 17 सालों के बाद ये एक दूसरे के सबसे नज़दीक आते हैं. എവ്രി 15 or 17 ഇയേഴ്സ് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അടുത്ത് വരാറുണ്ട്. തബ് മംഗൾ ഗ്രഹ കോ ദേഖാ ഓർ ജാനാ ജാ സക്താ ഹെ. അപ്പോൾ മാർസിനെ കാണാനും അറിയാനും പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അനന്യ ചോദിച്ചു मंगल ग्रह और पृथ्वी में से कौन सा बड़ा है? മാർസും എർത്തും ഏതാണ് വലുത്? അപ്പോൾ അമ്മ പറഞ്ഞു मंगल ग्रह पृथ्वी से आकार प्रकार में काफ़ी छोटा है. मंगल ग्रह പൃഥ്വിയെ അപേക്ഷിച്ചിട്ട് ഷേപ്പിലൊക്കെ ഭയങ്കര ചെറുതാണ്. इसका व्यास पृथ्वी के व्यास से करीब आधा है. ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, ആ ചുറ്റുമുള്ള ഡയമീറ്റർ എർത്തിനേക്കാളും ഹാഫ് ആണ്.
और भार लगभग 9 हिस्सा. ഭാർ പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടല്ലോ എബൌട്ട് 1/9 ഓഫ് ദ വെയിറ്റ് ആണ്. അതായത് എർത്തിനേക്കാളും 1/9 ഉള്ളൂ എന്നാണ്. 9 അംശം എന്നൊക്കെ പറയണ പോലെ. छोटा होने के कारण वहाँ ഗുരുത്വാകർഷൺ भी कम है. ഗുരുത്വാകർഷൺ പറഞ്ഞാൽ ഗ്രാവിറ്റിയും ചെറുതായ കാരണം കുറവാണ്. धरती पर यदि किसी आदमी का वजन 120 पाउंड है तो मंगल की सतह पर उसका वजन केवल 4 പൗണ്ട് रह जाएगा. ഗ്രാവിറ്റി ഇല്ലാത്ത കാരണം പൃഥ്വിയിൽ അല്ലെങ്കിൽ എർത്തിൽ ഒരു മനുഷ്യൻ്റെ വെയിറ്റ് 120 പൗണ്ട് ആണെങ്കിൽ മാർസിൻ്റെ ആ സർഫസിനെ അപേക്ഷിച്ച് അതിൻ്റെ മനുഷ്യൻ്റെ വെയിറ്റ് 4 പൗണ്ട് മാത്രം ആയിരിക്കും. നെക്സ്റ്റ് अनंत ചോദിച്ചു इसका मतलब हम मंगल ग्रह पर वैसे ही हवा में तैरेंगे जैसे चांद पर तैरते हैं. അതായത് മാർസിലും മൂണിനെ പോലെ തന്നെ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു ഹാ ബിൽക്കുൽ ഉസി തര. പത്രിക ഖോൽത്തെ ഹുए അപ്പോൾ അതുപോലെ തന്നെ. അത് കഴിഞ്ഞ് ആ മാഗസിൻ തുറന്നിട്ട് देखो इसमें लिखा है कि मंगल की सतह पर भी चांद की सतह जैसी है. सतह पर ना सरफेस ऑफ द मार्स इज सेम एज टू सरफेस ऑफ द मून. अगर तुम्हें मंगल और चांद की सतहों के चित्र दिखाए जाए तो तुम्हें उनमें फ़र्क नहीं कर पाओगे. അപ്പോൾ രണ്ട് എണ്ണത്തിൻ്റെയും സർഫസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർഫസ് രണ്ടും സെയിം കാണിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവും. അപ്പോൾ അനന്യ പറഞ്ഞു उत्सुकता से वैज्ञानिक तो मंगल ग्रह पर जीवन की कुछ സംഭാവന भी जता रहे हैं. അപ്പോൾ സയൻറ്റിസ്റ്റ് മാർസിൽ ജീവൻ്റെ അതായത് മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. क्या ऐसा है माँ? അങ്ങനെയൊക്കെ ഉണ്ടോ? मंगल ग्रह पर काई जैसी वनस्पति और निम्न कोटि के जीव जंतु के होने की कुछ संभावना तो है, लेकिन वास्तव में ऐसा है या नहीं ये जानने के लिए अभी बहुत खोज होनी बाकी है. अदायद मंगल ग्रह पर काई जैसी वनस्पति और निम्न कोटि के जीव जंतु. അത് പറഞ്ഞാൽ പായൽ നിറഞ്ഞ സസ്യജലങ്ങളും അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജന്തുജാലങ്ങളും ഉണ്ട് ഒക്കെയാണ് അവർ കണ്ടുപിടിക്കണേ. പക്ഷേ ശരിക്കും അത് ഉണ്ടോ ഇല്ലേ എന്ന് അതിനെക്കുറിച്ചാണ് കൂടുതൽ അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനന്ത് പറഞ്ഞു മാ അബ് കിൻ ദേശോ ने मंगलयान भेजे हैं. എത്ര രാജ്യത്തു നിന്നാണ് ഈ मंगलयान അയച്ചിരിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു सबसे पहले सोवियत रूस ने 1962 में मंगल-1 यान मंगल की ओर भेजा था. ആദ്യം സോവിയറ്റ് റൂസ് 1962 मंगल-1 यान അതായത് मंगल-1 എന്ന അതിലാണ് മാർസിലേക്ക് അയച്ചത്. अमेरिका ने नवंबर 1964 में मैरिनर 4 भेजा तो मंगल की सतह के चित्र उतारने वाला पहला यान था. അമേരിക്കയിൽ നിന്ന് 1964 मैरिनर 4 അയച്ചത്. അത് സർഫസ് ഓഫ് മാർസിൻ്റെ ഫോട്ടോ എടുത്ത ആദ്യത്തെ സ്പേസ് അല്ലെങ്കിൽ റോക്കറ്റ് ആയിരുന്നു. अभी हाल में भी 5 मंगलयान भेजे गए हैं. ഇപ്പോൾ 5 मंगलयान അവിടേക്ക് അയച്ചിട്ടുണ്ട്. जिनमें एक अमेरिका का, 3 यूरोप का और एक हमारे देश का. ഒരെണ്ണം അമേരിക്കയുടെ, 3 യൂറോപ്പിൻ്റെ, ഒരെണ്ണം നമ്മളുടെ ദേശത്തിൻ്റെ ആണ്. भारत ने मार्स ऑर्बिट मिशन के तहत 5 नवंबर 2013 को सतीश धवन अंतरिक्ष केंद्र से अपना उपग्रह छोड़ा था. ഇന്ത്യ എന്താണ് മാർസ് ഓർബിറ്റ് മിഷൻ എന്ന ആ മിഷൻ്റെ അണ്ടറിൽ 5 നവംബർ 2013 സതീഷ് ധവൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് നമ്മളുടെ ഉപഗ്രഹം വിട്ടത്. यह केंद्र आंध्र प्रदेश के श्रीहरिकोटा में स्थित है. ഇത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട എന്ന സ്ഥലത്താണ് ഉള്ളത്. हमारा मंगलयान 24 सितंबर 2014 को मंगल पर पहुंच गया था. നമ്മളുടെ ഇവിടെ നിന്ന് അയച്ച ആ ഉപഗ്രഹം 24 സിതംബർ 2014 മാർസിൽ എത്തിയത്.
भारत ऐसा एकमात्र देश है जो पहले ही प्रयास में मंगल ग्रह तक ഉപഗ്രഹ പਹੁंचाने में സഫൽ രഹ. ഇന്ത്യ മാത്രമാണ് അങ്ങനത്തെ ഒരു രാജ്യമെന്ന്, അതായത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മാർസിൽ നമ്മളുടെ ഉപഗ്രഹം എത്താൻ ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. हमारे इस अभियान की लागत भी सबसे कम आई थी, कुल 450 करोड़ रुपए. നമ്മളുടെ ഈ ഒരു മിഷൻ ഉണ്ടല്ലോ അതിൽ ചെലവഴിച്ച രൂപയും ഭയങ്കര കുറവായിരുന്നു. അത് ഓൾമോസ്റ്റ് 450 crore ആയിരുന്നു. इस सफलता के बाद अब वह दिन दूर नहीं जब वैज्ञानिक भी मंगल पर जा पाएंगे और वहाँ के पत्थर पृथ्वी पर परीक्षण के लिए लाएंगे. ഇനിയുള്ള സക്സസ്ഫുൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ അധികം ദൂരമില്ല. ഇപ്പോൾ എന്താണ് അവരുടെ മിഷൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് സ്വന്തം മാർസിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് സ്റ്റോൺസ് ഒക്കെ കളക്ട് ചെയ്ത് അതിന് എക്സ്പെരിമെൻറ്റിന് വേണ്ടി സ്റ്റോൺസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു പരീക്ഷണത്തിലാണ് അവർ. അപ്പോൾ അനന്യ, मैं भी बड़ी होकर मंगल ग्रह पर जाऊंगी, ഞാനും വലുതായിട്ട് മാർസിലേക്ക് പോകും. അപ്പോൾ അനന്ത്, मैं भी, ഞാനും. അപ്പോൾ അമ്മ ചിരിച്ചിട്ട്, जब तक तुम दोनों बड़े होगे हो सकता है भारतीय मिशन की ओर से ही तुम्हें मंगल पर जाने का अवसर मिल जाए. നിങ്ങൾ വലുതാവുമ്പോഴേക്കും ആര് കണ്ടു, നിങ്ങൾക്ക് തന്നെ അവിടേക്ക് പോകാനുള്ള ചാൻസ് കിട്ടിയാലോ എന്ന്, ഇന്ത്യൻ മിഷനായിട്ട്. മഗർ ഉസ്കെ ലിയെ പഹലെ ഖൂബ് പഠായി കർണി പടേഗി, പക്ഷേ അതിനു വേണ്ടി ആദ്യം കുറേ പഠിക്കണം. പഠോगे തഭി തോ ആകെ बढ़ोगे, പഠിച്ചാലല്ലേ വലുതാവുള്ളൂ എന്ന്. माँ ने कमरे की बत्ती बुझा दी, अम्मा ലൈറ്റൊക്കെ ഓഫാക്കി. दोनों बच्चों ने सोने के लिए आंखें बंद कर ली, ഉറങ്ങാൻ കണ്ണടച്ചു. आखिर उन्हें सपने में मंगल ग्रह की सैर भी तो करनी थी. രണ്ടാളും ഉറക്കായിട്ട് എന്താണ്, സ്വപ്നത്തിൽ അവർക്കും മാർസിൽ പോകണ്ടേ എന്നുള്ള രീതിയിലാണ്. അതായത് സ്വപ്നത്തിൽ അവർക്കും മംഗൾ ഗ്രഹയുടെ ഈ റൗണ്ട് അടിക്കണ്ടേന്ന്.